നമ്മുടെ പുത്തൻ റെസിപ്പി ബൈനോക്കുലേഴ്സ്, അതായത് നമ്മുടെ കടവരാൽ മതി. കടവരാൽ നമ്മൾക്ക് ഇല പൊളിക്കാൻ പോകും. ഇല വാട്ട് റെഡിയാക്കി ഇവിടെ മസാല റെഡിയാക്കി വെക്കുന്നു. ഇപ്പം മസാല പൊടിക്കും. അത് നമ്മൾ തേച്ച് വെച്ചിട്ട് നമ്മൾ ഈ സാധനത്തിനെ ഇല പൊളിച്ചെടുക്കും. സാധനം കൊണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ്. എല്ലാ സാധനവും ഇഞ്ചി വെളുത്തുള്ളി സകല സാധനമുണ്ട്. ശകല ഗുരുവേങ്ങ കറികൾ സെറ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും ഇനി അവിടെ ചേർക്കാൻ കടവരാൽ. അങ്ങനെ ഒത്തിരി വരയില്ല കേട്ടോ. ഒത്തിരി വരഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എടുക്കാൻ പൊട്ടിക്കും. ഒരു മീഡിയം വരച്ചിൽ വരെയുള്ളത്. ഇനി നമ്മുടെ മസാല ഇത് നമ്മുടെ മൊത്തം സാധനം എടുത്തോ. ഉപ്പുണ്ട്, ഒരു ശക്തര ഉപ്പ് കിട്ടും. കാരണം വെച്ചാൽ മീൻ മസാലയുടെ ഉപ്പ് എടുക്കും. മീൻ തിരക്കൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉപ്പ് ശകലം പോയി. എല്ലാ വീട്ടിനകത്തും കയറും കേട്ടോ. നമ്മൾ കീറിയേക്കണ എല്ലാ സാധനത്തിനകത്തും മസാല കയറും. ലെമൻ്റെ കിഴുത്തക്കകത്ത് കിഴുത്ത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അല്ല കിഴുത്തക്കകത്ത് എല്ലാത്തിനകത്തും ഇടും. ഇതുണ്ടോ, എല്ലാത്തിനകത്തും കയറും. എല്ലാ സംഭവത്തിനകത്തും കയറും. മസാല കയറി കുറവും വരുത്. വെളിച്ചെണ്ണ വാഴയിൽ വെച്ച് പൊള്ളിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും വേണം. കേട്ടോ പുരട്ടിക്കോട്ടെ. നല്ല തേച്ച് സെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ 1.5 മണിക്കൂർ നമ്മുടെ പാത്രത്തിന് അടച്ചു വെക്കും കേട്ടോ. കാരണം ഇവനെ ഒന്ന് പിടിക്കണമല്ലോ. പിടിച്ചത് കയ്യിലൊന്നും കളയുന്ന ഒരു ഇതും കളയില്ല കേട്ടോ. എല്ലാം ഇതിനകത്ത് ഇട്ടേക്കണം. തുള്ളി പോലും കളയരുത്. എല്ലാ അരപ്പും ഇതിനകത്ത് ഇട്ടേക്കണം. നമ്മൾ ഈ വാഴയിലേക്കകത്ത് അരപ്പുണ്ടെങ്കിൽ അരപ്പൂടെ വെച്ച് നമ്മൾ പൊതിയും കേട്ടോ. അപ്പോൾ നല്ല വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടും. ഒന്ന് മൂടി വെച്ചേട്ടാ. നമ്മുടെ സ്വന്തം ഇല വെച്ചു കണ്ടല്ലോ. നല്ല നല്ലൊരു ദൂരം കണ്ടല്ലോ സെറ്റായിട്ട് തേച്ചു. അപ്പോഴതേ ഇല എങ്ങോട്ട് വെച്ച് അടച്ചു വെക്കുവാണ്. ഒരു 10 മിനിറ്റ് ആയിട്ട് കിട്ടും. അത് നമുക്ക് നമ്മുടെ പാനും വെച്ച് വെളിച്ചെണ്ണയും വെച്ച് ഇല ഇല പൊട്ടിച്ച് കളയിൽ വാട്ടിയിട്ടുണ്ട്. ഉണ്ടാകുന്നത് എടുക്കാം. മീനെ പൊതിയാനുള്ള സംഭവം കേട്ടോ. എന്നിട്ട് നമ്മളിത് വാഴനൂലും കൊണ്ടുവരും. കണ്ടല്ലോ വാഴ നൂല് ഊർത്തനെ എടുക്കും. ആഹാ ഇങ്ങോട്ട് വാങ്ങി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ കടവരാൽ പൊളിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. മീൻ പൊള്ളിക്കുന്നതൊക്കെ സിമ്പിളാണ്. പക്ഷേ ഇത് ഇത്ര തടിയുള്ള മീൻ അങ്ങനെ അത് പൊള്ളിച്ച് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളതുകൊണ്ട് തടിയുള്ള മീനെ ഒന്ന് പൊളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമ്പോൾ കെട്ടായിരിക്കും ഒരുപാട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്നും കെട്ടി വരും. നമ്മുടെ കടവരാലിനെ നമ്മൾ 5 പൊതിഞ്ഞ് കേട്ടോ. ഇനി ഒരു ചെറിയ പരിപാടിയുണ്ട്. കാരണം ഇതിൻ്റെ സൈഡ് ഒന്ന് കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ഒന്ന് കെട്ടിയിരുന്നത് ഇതിൻ്റെ അരപ്പ് വിളിച്ചെടുക്കും. ഉണ്ട് ആ സൈഡൂടെ നമ്മൾ ഫുള്ള് വാഴനാരിലാണ് കിട്ടുന്നത് കേട്ടോ. നല്ല ഒന്നാന്തരം വാഴനാര് കഴുകി എടുത്ത് വലിയ വിലമൊന്നും പിടിക്കില്ല, പൊട്ടിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ പൊട്ടിക്കും. വാഴനാര് ഇവിടെ സുലഭമാണ്, സുലഭം. നമ്മൾ ഇന്ത്യയിലേക്ക് നൂറിലേക്കകത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് നൂറിൽ ഊറിൽ നമ്മൾ വെക്കാൻ പോവാം. ഇനി ഇത് വെയിറ്റ് ചെയ്തു ഇച്ചിരി നേരം കൂടാതെ നോക്കുന്നു. നമ്മൾ ചട്ടിക്കകത്ത് എണ്ണ ഒരു ഇച്ചിരി എണ്ണ വെച്ച് നമ്മൾ ചെയ്യുന്ന കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ ഇല വാഴയില എണ്ണയ്ക്കകത്ത് ഇടണം. എണ്ണയ്ക്കകത്ത് നല്ല സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. വെളിച്ചെണ്ണ വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും നമ്മൾ കുക്കിംഗ് വീഡിയോ ബട്ടറാണെന്നൊക്കെ പറയും. എന്നാലും അല്ല, നമ്മൾ നല്ലത് വെളിച്ചെണ്ണ വെച്ച് എണ്ണ അത് ചൂടായി ഇവിടെ ഒന്ന് ഇറക്കി വെക്കാൻ പോകണം. ആഹാ അങ്ങനെയുണ്ട് കാണാൻ ഭംഗിയില്ല. കരയിൽ വേണ്ട നല്ല വാഴയിലേക്ക് എത്തിടുന്നല്ലേ.
നമ്മൾ ഇട്ടിട്ടൊരു 10 മിനിറ്റ് ആയിട്ട് ചെറുതീയിലായിട്ടേക്കണം. നമ്മൾ പൊട്ടാതെ വാഴയിലയിൽ അരിഞ്ഞു പോകാതെ ഒന്ന് തിരിക്കുക. അത് കേട്ടോ വാഴയില നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്താ ആഹാ നല്ല മണം വരുന്നുണ്ടോ? ക്യാമറയ്ക്ക് മണം അടിക്കുന്നുണ്ടോ? മണം വരുന്നുണ്ട്. എന്നാൽ അതറിഞ്ഞാൽ മതി. മീൻ വേഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ 10 മിനിറ്റ് സമയം മതി. പക്ഷേ ഇത് വാഴയില വെന്ത് ഇതിന് മണം അതിലിറങ്ങി വേണ്ട സമയം. ഇതുണ്ട് ഒരു കെട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ആശാൻ്റെ ഒരു സൈഡ് ശക്കലം പുറത്തേറിയിട്ടുണ്ട്. തിരിച്ചിട്ടു ഇനി ഒരു 10 മിനിറ്റ് ചെറിയ തീരാച്ച കേട്ടോ. വലിയ തീയിട്ട് നമ്മുടെ വാഴയില കരി വേഗം. പക്ഷെ എങ്ങനെ വേഗം കരിഞ്ഞ് വേഗം മൂത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല മൂത്ത് വേഗത്തില്ല. തീ കൂട്ടി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേഗം, പക്ഷെ കരിഞ്ഞ് വേഗം. കരിഞ്ഞ് എന്തായാലും സാധനം കൊള്ളത്തില്ല. അതുകൊണ്ട് ചെറിയ തീരത്തെ വേവിക്കാവുള്ളൂ. അതിൽ അടിപൊളിയായിട്ട് അപ്പം പൊള്ളിച്ച് നമ്മൾ സെറ്റാക്കിയതാണ്. ഇത് വെട്ടം കാണുന്നത് രാത്രിയായിട്ട് വരും. രാത്രി നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ വെട്ടക്കുറവാണ്. നമ്മുടെ സ്റ്റുഡിയോ ഔട്ട്ഡോറാണ്. സിറ്റ് ഔട്ട്ഡോർ. നമ്മുടെ ഇതിനറിയോ ഇവിടെ ചില ആൾക്കാർ ഇടയ്ക്ക് ഒന്ന് ഉപ്പ് നോക്കാനൊക്കെ വന്നുകൊണ്ട് 1-2 ചതവ് വരിക്കും. മറ്റേ ഫെവിക്കോളിൻ്റെ പരസ്യം വെക്കുന്നത് വന്നേ നീ രണ്ടേ അല്ല ഫ്ലെക്സിബിലിറ്റി അതുപോലെ നിങ്ങൾ 2 ഇടാറുണ്ട്. വീഡിയോ ഫുള്ള് നീണ്ടു വെച്ചാൽ നിങ്ങൾക്ക് ഓരടിക്കില്ലേ. അതുകൊണ്ട് നിങ്ങൾ 3 വർക്കായില്ലേ. അല്ല നല്ല സെറ്റായിട്ട് വാഴ ഇത് നിങ്ങൾക്ക് അയച്ചു വെക്കാം. നല്ല മുരുവിലാന്ന് ഇരിക്കത്തില്ല കേട്ടോ. നല്ല അവിഞ്ഞ് ഒരു ഇതായിരുന്നു അറിയാലോ. സെറ്റായിട്ടിരിക്കുന്നു. ഇനി നമ്മളൊന്ന് അഴിച്ചു നോക്കാം കേട്ടോ. അയ്യോ ഒരു മിനിറ്റേ അവിടെ തീ എടുത്തില്ല. തീ എവിടെ ചെയ്യും അവിടെ ചെയ്യാം. കണ്ടല്ലോ വെട്ടം കണ്ടല്ലോ. അല്ല സാധനം കിട്ടിയല്ലോ. ആഹാ നല്ല മണം അടിക്കുന്നുണ്ട്. നമുക്കൊരെണ്ണം അയച്ചു നോക്കാം. നല്ല ചൂടാണ്. ചെറു തുറന്നയക്കാം. അമ്മേ കാറ്റ് മേലെ കാറ്റ് കീഴെ പിള്ളേർ പറയുന്ന പോലെ. വാഴനാൻ വരെ ഇത് മണം കേട്ടോ. നല്ല വെളിച്ചെണ്ണയുടെ ഇതിൻ്റെ മണം. ഓഹോ ആഹാ ചൂട് പറക്കണ ചൂട്. എൻ്റെ പൊന്നെ ഇതെങ്ങനെ കൈ കൊടുക്കും. ചൂട് 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 ചൂട്. നല്ല ചൂട് വാഴയില പൊളിച്ച് കടവരാൻ. അപ്പോൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അടി കുഞ്ചി നോക്കി നമ്മൾ നിന്നെ മിണ്ടായത് ഇനി പറയേണ്ട കാര്യം വീഡിയോ